നമസ്കാരം, KCV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സൗമ്യ. പ്രധാന വാർത്തകൾ. വിലക്കയറ്റത്തിനും അഴിമതിക്കുമെതിരെ കേന്ദ്ര സംസ്ഥാന സർക്കാർ ഓഫീസുകളിലേക്ക് CPM പ്രവർത്തകരുടെ മാർച്ചും ധർണയും. നെല്ലിന്റെ സംഭരണ വില തീർത്തും അപര്യാപ്തം. ഇത് കൃഷിയോടും കർഷകരോടുമുള്ള അവഗണനയെന്നും കിസാൻ ജനതാ സംസ്ഥാന ജനറൽ സെക്രട്ടറി. ഉച്ചഭാഷണി നിയന്ത്രണ നിയമത്തിന്റെ പേരിൽ പോലീസ് പീഡിപ്പിക്കുന്നതായി കേരള ലൈറ്റ് ആൻഡ് സൗണ്ട്സ് അസോസിയേഷൻ. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. വില വർധനവിനും അഴിമതിക്കുമെതിരെ CPI കേന്ദ്ര സംസ്ഥാന സർക്കാർ ഓഫീസുകളിലേക്ക് മാർച്ചും തുടർന്ന് ധർണയും സംഘടിപ്പിച്ചു. ആലപ്പുഴ ജില്ലയിൽ 17 കേന്ദ്രങ്ങളിലായാണ് സമരം നടന്നത്. ആലപ്പുഴ RDO ഓഫീസിലേക്കുള്ള CPI പ്രതിഷേധ മാർച്ച് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്നും ആരംഭിച്ചു. തുടർന്ന് RDO ഓഫീസിന് മുന്നിൽ നടന്ന ധർണ AIYF സംസ്ഥാന പ്രസിഡന്റ് G കൃഷ്ണപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. സബ്സിഡിയെ സംബന്ധിച്ചാണ്. സബ്സിഡി എന്ന വാക്കിന്റെ അർത്ഥത്തെക്കാൾ ഉപരിയായി സബ്സിഡി എന്നതുകൊണ്ട് വിവക്ഷിച്ചിരുന്നത് രാജ്യത്ത് ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള വേർകൃത്യം, അളവുകോൽ അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ദൈർഘ്യം കുറച്ചു കൊണ്ടുവന്ന് സാമാന്യ ജനങ്ങൾക്ക് ഒരു നേരം ആഹാരം സുഭിക്ഷമായി കഴിച്ച് ജീവിക്കുവാനുള്ള സർക്കാരിൻ്റെ ഒരു സേവനമെന്നോ കൈത്താങ്ങെന്നോ വിശേഷിപ്പിക്കാവുന്ന ഒന്നായിരുന്നുവെങ്കിൽ ഇനി മേലിൽ സബ്സിഡികൾ നൽകുക സാധ്യമല്ല എന്ന് ഈ ഭരണാധികാരികൾ പ്രഖ്യാപിക്കുകയാണ്. രാജ്യത്ത് നിലവിൽ ലഭ്യമായിരുന്ന ഭക്ഷ്യമേഖലയിലെയും ഇതര സേവന മേഖലകളിലെയും സബ്സിഡികൾ വെട്ടിക്കുറയ്ക്കുന്ന അതേ ഭരണകൂടം തന്നെയാണ്. CPI ആലപ്പുഴ മണ്ഡലം സെക്രട്ടറി PK സദാശിവൻപിള്ള അധ്യക്ഷനായി. VSM ഹുസൈൻ, R സുരേഷ്, V അൻസാരി, B നാസർ തുടങ്ങിയവർ സംസാരിച്ചു. അഴിമതിക്കും വിലക്കയറ്റത്തിനുമെതിരെ CPI കുട്ടനാട് നോർത്ത് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുട്ടനാട് താലൂക്ക് ഓഫീസ് മാർച്ച് നടന്നു. മങ്കൊമ്പ് ജംഗ്ഷനിൽ നിന്നും മാർച്ച് ആരംഭിച്ചു. തുടർന്ന് താലൂക്ക് ഓഫീസ് പടിക്കൽ നടന്ന ധർണ CPI ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി P ജ്യോതിസ് ഉദ്ഘാടനം ചെയ്തു. ദാരിദ്ര്യം ഇങ്ങനെ കൊടികുത്തി വാഴുകയാണ്. പാമ്പുകൾക്ക് വാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്, മനുഷ്യപുത്രന് തലചായ്ക്കാൻ മണ്ണിലിടവില്ല എന്ന് പണ്ടൊരു കാലത്ത് KPSCയുടെ നാടക ഗാനങ്ങളിൽ കേട്ട അതേ അവസ്ഥ. കോടീശ്വരന്മാരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രമല്ല, ഇന്ത്യൻ ഭരണഘടനയുടെ ഇന്ത്യയുടെ അവസ്ഥ എന്താ? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജി സ്വപ്നം കണ്ട് ഇന്ത്യയുണ്ട്. ഗ്രാമങ്ങളിലൂടെ വികസിക്കുന്ന ഇന്ത്യയെ കണ്ട ഗാന്ധിജി ഇന്ന് ജീവിച്ചിരുന്നെങ്കിൽ എന്ന് ആലോചിക്കുകയാണ്. CPI നേതാക്കളായ K ഗോപിനാഥൻ, KD മോഹനൻ, KV ജയകുമാർ, CN കമലാസനൻ, KK രവീന്ദ്രനാഥ്, B ലാലി എന്നിവർ സംസാരിച്ചു. നെല്ലിന്റെ സംഭരണ വില 1 രൂപ വർദ്ധിപ്പിച്ച നടപടി കർഷകർക്ക് ദ്രോഹമാകുമെന്ന് കുട്ടനാട് വികസന ഏജൻസി വൈസ് ചെയർമാൻ വെളിയനാട് മാത്തച്ചൻ. കുട്ടനാട്ടിലെത്തിയ കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ നെല്ല് സംഭരണ വില ഉയർത്തുമെന്ന് പ്രഖ്യാപിച്ചിരുന്നതാണ്. മുഖ്യമന്ത്രിയും ഇത് നീരേറ്റുപുറത്ത് ആവർത്തിക്കുകയുണ്ടായി. കഴിഞ്ഞ ദിവസത്തെ പ്രത്യേക മന്ത്രിസഭാ യോഗത്തിൽ മുഖ്യമന്ത്രി കേവലം 1 രൂപ മാത്രമാണ് നെല്ല് സംഭരണ വിലയിൽ വർദ്ധിപ്പിച്ചത്. ഈ വർധനവിനെ തുടർന്ന് നെൽകൃഷിയുടെ സർവ്വ മേഖലകളിലും പണച്ചെലവ് കൂടും. തൊഴിലാളികളുടെ കൂലിയും വളം, കള, കീടനാശിനികളുടെ വിലയും അതോടൊപ്പം കൊയ്ത്തിയന്ത്രങ്ങളുടെ വാടകയും വർദ്ധിക്കും. അതിനുള്ള ന്യായീകരണമായി നെല്ല് സംഭരണ വില 1 രൂപ വർദ്ധിച്ചതായി ഇവർ ചൂണ്ടിക്കാട്ടുമെന്നും വെളിയനാട് മാത്തച്ചൻ പറഞ്ഞു. ഇലക്ഷനുമായി ബന്ധപ്പെട്ട് പെരുമാറ്റച്ചട്ടം വരുന്നതോടെ ഈ പുഞ്ചയ്ക്ക് ഇനി നെല്ലുവില UDF സർക്കാർ ഉയർത്തില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മങ്കൊമ്പിൽ KCV വാർത്തകളോട് സംസാരിക്കുകയായിരുന്നു വെളിയനാട് മാത്തച്ചൻ. നെല്ല് സംഭരണ വില 1 രൂപ മാത്രം വർദ്ധിപ്പിച്ച് കഴിഞ്ഞ ദിവസം പ്രത്യേക മന്ത്രിസഭാ യോഗത്തിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പ്രഖ്യാപനം നടത്തുകയുണ്ടായി. ഇതിനോട് പ്രതികരിക്കുകയാണ് KCV വാർത്തകൾക്ക് വേണ്ടി ഇതിനോട് പ്രതികരിക്കുകയാണ് വെളിയനാട് മാത്തച്ചൻ. എന്താണ് 1 രൂപ മാത്രം വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനത്തെക്കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ്? കുട്ടനാടൻ കാർഷിക മേഖലയെ അവഹേളിക്കുകയും നിരാശപ്പെടുത്തുന്ന ഒരു തീരുമാനമാണ് സംസ്ഥാന സർക്കാർ കഴിഞ്ഞ ദിവസം മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനിക്കുകയുണ്ടായി. ഞങ്ങളെ സംബന്ധിച്ചോളം കുട്ടനാട്ടിൽ ഏതാണ്ട് 4 മന്ത്രിമാർ, കേന്ദ്രമന്ത്രി ഉൾപ്പെടെ 5 മന്ത്രിമാർ കുട്ടനാട്ടിൽ വന്നു. അപ്പോൾ ഞങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും സംസ്ഥാന ധനകാര്യ വകുപ്പ് മന്ത്രിക്കും നിവേദനം കൊടുക്കുകയുണ്ടായി. നെല്ലിന്റെ സംഭരണ വില ഏറ്റവും കുറഞ്ഞത് 2000 രൂപയാക്കണമെന്ന് പറഞ്ഞു. പക്ഷേ മുഖ്യമന്ത്രിയും ബാക്കിയുള്ള മന്ത്രിമാരും സമ്മതിക്കുകയും ചെയ്ത് 2000 രൂപയാക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി തരാമെന്ന് പറയുകയും ചെയ്തു. പക്ഷേ എന്നാൽ ഈ കഴിഞ്ഞ ദിവസം മന്ത്രിസഭാ യോഗം കുറിച്ച് കുട്ടനാടൻ കർഷകരെ
നിരാശപ്പെടുത്തി അവഹേളനം നടത്തുക ചെയ്ത് 1 രൂപ കൂട്ടിയത്. ഈ 1 രൂപ കൂട്ടിയപ്പം കാർഷിക മേഖല തന്നെ കൊയ്ത്തന്ത്രത്തിലെ വാടക, കർഷക തൊഴിലാളിയുടെ കൂലി വർധനവും അതുപോലെ തന്നെ ഇരട്ടി ചെലവ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മേഖല പിടിച്ചു നിൽക്കണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഞങ്ങൾ 2500 രൂപ ചോദിച്ചെങ്കിലും 2000 രൂപ കിട്ടിയാൽ മാത്രമേ ഈ കാർഷിക മേഖല പിടിച്ചു നിർത്താൻ സാധിക്കുകയുള്ളൂ. അല്ലാത്ത വർഷം കാർഷിക മേഖല കർഷകർ ഈ ജോലിയിൽ നിന്ന് വിട പറയേണ്ട ഒരു സാഹചര്യം കുട്ടനാട്ടിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മെ സംബന്ധിച്ചോളം 1 രൂപ വില വർദ്ധിപ്പിച്ചത് കുട്ടനാട്ടിലെ കർഷകർക്ക് ദോഷകരമായി ഭവിക്കുമെന്നാണോ താങ്കൾ പറയുന്നത്? തീർച്ചയായിട്ടും ദോഷകരമായി ബാധിക്കും. എങ്ങനെ ദോഷകരമാവും? ഇതുമൂലം കർഷക തൊഴിലാളികളും കൂലി ഇനത്തിലുള്ള വർധനവും അതുപോലെ തന്നെ കീടനാശിനികളുടെയും മറ്റനുബന്ധ മേഖലകളിലും ഈ 1 രൂപ വർധനവിലൂടെ അവരും കൂടുതൽ തുക ഈടാക്കും കർഷകരിൽ നിന്നാണോ? തീർച്ചയായിട്ടും ഈടാക്കും. നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം കുട്ടനാട്ടിൽ ഇപ്പോൾ ഒരേക്കർ നിലം കൃഷി പാട്ടത്തിൽ ഉൾപ്പെടെ 40,000 രൂപയുണ്ട്. ആ 40,000 രൂപയ്ക്ക് ഏറ്റവും കുറഞ്ഞത് ഒരു 2-2.5 കിലോ നെല്ല് കിട്ടും. ഇപ്പോൾ കൊയ്ത് നടന്ന പാടശേഖരയിൽ 1.5-നും 2.5 ഇടയ്ക്കുള്ള നെല്ലാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈ സ്ഥിതിവിശേഷമാണ് നമ്മെ സംബന്ധിച്ചോളം ഈ അമിതമായ പാട്ടവും അമിതമായ കൂലിയും മൂലം ഈ മേഖലയിൽ നിന്ന് കർഷകർ നിരന്തരമായി വിട പറയേണ്ട ഒരു സാഹചര്യം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് എന്തായാലും ഈ മേഖല പിടിച്ച് നിർത്തണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു 2000 രൂപയാക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങളും കിസാൻ ജനത സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട സമര പരിപാടികൾക്ക് നിങ്ങൾ ആലോചനയുണ്ടോ? ഇപ്പം ഞങ്ങളുടെ സമര പരിപാടി ആലോചിക്കാൻ വേണ്ടി ഒരു ഭരണകക്ഷി പറ്റിക്കുന്ന ഒരു കർഷക സംഘത്തിന്റെ ആളായതുകൊണ്ട് ഇപ്പോൾ പാർട്ടിയുടെ അംഗീകാരവും അനുവാദവും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കർഷകന് വേണ്ടി സമരം ചെയ്യാൻ തയ്യാറാകും. അപ്പോൾ എനിക്ക് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയും കിസാൻ ജനത സംസ്ഥാന കമ്മിറ്റി കൂടി തീരുമാനിക്കാൻ മാത്രമേ ഉള്ളൂ. അല്ല, എനിക്ക് ഇലക്ഷൻ എടുക്കുന്നതോടുകൂടി പെരുമാറ്റച്ചട്ടം വന്നു കഴിഞ്ഞാൽ ഇനിയൊരു നെല്ല് സംഭരണ വില വർധനവ് പ്രഖ്യാപനം നമ്മളുടെ UDF മന്ത്രിസഭയ്ക്ക് സാധിക്കില്ല. ഒരിക്കലും സാധിക്കുകയില്ല. അതിന് മുന്നേ ഇപ്പൊ എനിക്ക് തോന്നുന്നു 26-ാം തീയതിയോ 27-ാം തീയതിയോ ഒരു ഇലക്ഷൻ കമ്മീഷന്റെ വിജ്ഞാപനം ഉണ്ടായ അപ്പം നടക്കാൻ പോകുന്നില്ല. അതിന് ഇടയ്ക്ക് ഇപ്പൊ ഈ 2 ദിവസത്തിനിടയ്ക്ക് ഈ നെല്ലിന്റെ വില സംഭരണ വില ഉയർത്തിയാൽ മാത്രമേ നടക്കൂ. അല്ലാതെ ഈ പുഞ്ചകൃഷിക്ക് ഇനി നടക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. ഉച്ചഭാഷണി നിയന്ത്രണ നിയമം നടപ്പാക്കുന്നതിൽ സംഘാടകരെ പോലീസ് ഒഴിവാക്കി മൈക്ക് സെറ്റ് ഉടമകളെയും തൊഴിലാളികളെയും പോലീസ് ദ്രോഹിക്കുകയും കുറ്റവാളികളാക്കുകയും ചെയ്യുന്നുവെന്ന് ലൈറ്റ് ആൻഡ് സൌണ്ട്സ് അസോസിയേഷൻ പ്രതിനിധികൾ പോലീസുമായി നടത്തിയ ചർച്ചയുടെ തീരുമാനപ്രകാരം നിരോധിക്കപ്പെട്ട കോളാമ്പികൾ പ്രവർത്തിക്കുന്നത് സംബന്ധിച്ച് അംഗങ്ങൾക്ക് നിയമം പാലിക്കുവാനുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. എന്നാൽ മത രാഷ്ട്രീയ സംഘടനകൾക്കായി അസോസിയേഷന് കീഴിലല്ലാത്ത ചില മൈക്ക് സെറ്റ് ഉടമകൾ നിരോധിത ഉപകരണങ്ങൾ ഇതുമൂലം നിയമാനുസൃതം പ്രവർത്തിക്കുന്ന തൊഴിലാളികളും തൊഴിൽ പ്രതിസന്ധിയും ഭീഷണിയും നേരിടുന്നതായി അസോസിയേഷൻ പ്രസിഡന്റ് MK മംഗളാനന്ദൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഉച്ചഭാഷണിയുടെ നിയന്ത്രണ നിയമം പൂർണ്ണമായി നടപ്പിലാക്കുവാനുള്ള പദ്ധതികളുമായി പോലീസ് അധികാരികളുമായി വരുത്തിവെച്ച ധാരണയുടെ അടിസ്ഥാനത്തിൽ ഉച്ചഭാഷണിയുടെ നിരോധിക്കപ്പെട്ട കോളാമ്പികളും മറ്റ് പെട്ടിക്കുള്ളിൽ കോളാമ്പികളും ഉപയോഗിക്കില്ല എന്ന് ഞങ്ങളുടെ സംഘടനയിലെ അംഗങ്ങൾ തീരുമാനിച്ചത് കർശനമായി ഞങ്ങൾ പാലിച്ചു വരികയാണ്. എന്നാൽ അത് ലംഘിച്ചുകൊണ്ട് പല സംഘടനകളും പരസ്യമായി തന്നെ കോളാമ്പി മൈക്കുകൾ പരമാവധി കെട്ടാവുന്ന ദൂരത്തിലും പരമാവധി ഒച്ചത്തിലും വെച്ച് അന്യായമായി പ്രവർത്തിക്കുമ്പോൾ ഞങ്ങളെപ്പോലുള്ളവർ ഈ നിയമം പാലിക്കുമ്പോൾ ഞങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഞങ്ങൾ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളതാണ്. അതിനാൽ മാർച്ച് 1 മുതൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും ഗവൺമെന്റ് പരിപാടികൾക്കും ഉച്ചഭാഷണി നൽകില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട സമര സന്ദേശ വാഹന പ്രചരണം ഈ മാസം 27, 28 തീയതികളിൽ എല്ലാ താലൂക്കുകളിലും നടക്കും. വാർത്താസമ്മേളനത്തിൽ മധുരിമ മധു, അഡ്വക്കേറ്റ് R ഉണ്ണികൃഷ്ണൻ, S നൌഷാദ് എന്നിവരും പങ്കെടുത്തു. ശമ്പള കമ്മീഷൻ പുനഃസംഘടിപ്പിക്കുക, ചെയർമാനെ പുറത്താക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആക്ഷൻ കൌൺസിൽ ഓഫ് സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സിന്റെ നേതൃത്വത്തിൽ ആലപ്പുഴയിൽ ധർണ നടന്നു. ആലപ്പുഴ കളക്ടറേറ്റിന് മുന്നിൽ നടന്ന ധർണ NGO യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് K ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ആർക്കും വഴിയോരങ്ങളിൽ പ്രക്ഷോഭം നടത്തുവാൻ, സമരം നടത്തുവാൻ അനുവാദമില്ല എന്ന് പറഞ്ഞുകൊണ്ട് വഴിയോര പൊതുയോഗങ്ങൾ നിരോധിച്ച വിധിയാണ് രാജ്യനിർണ്ണയം. നിങ്ങൾക്കറിയാം, ലോകത്തെമ്പാടും മാറ്റങ്ങൾ വന്നത്, ലോകത്തിന്റെ മുന്നേറ്റം, ലോകത്തിന്റെ ചരിത്രം തന്നെ സമര പോരാട്ടങ്ങളാണ് എന്ന് കാണാൻ കഴിയും. നമ്മുടെ കേരളം എടുത്തു കഴിഞ്ഞാൽ അനവധി സമരങ്ങളിലൂടെയാണ് കേരളം വളർന്നു വന്നത് എന്ന് കാണാൻ കഴിയും. നമ്മുടെ കേരളത്തിലെ ദളിതരായിട്ടുള്ളവർക്ക്, ഭിന്നവക്കാരായ വനിതകൾക്ക് മാറിമറയ്ക്കുവാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. അതുപോലെ വഴി നടക്കുവാനും വൈക്കത്തപ്പനെയും ഗുരുവായൂരപ്പനും അടക്കമുള്ള ഇഷ്ടദൈവങ്ങളെ ആരാധിക്കുവാനുമുള്ള സ്വാതന്ത്ര്യം കേരളത്തിൽ ഉണ്ടായിരുന്നില്ല. KSTA ജില്ലാ പ്രസിഡന്റ് സുരേഷ് അധ്യക്ഷനായി.
കെ.സി. രമേഷ് കുമാർ, പി.ഡി. ശ്രീദേവി, പി.കെ. ഷാജി, കെ.എസ്. ഗോപകുമാർ, എം.സി. പ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു. എല്ലാ ജീവനക്കാർക്കും പങ്കാളിത്ത പെൻഷൻ ബാധകമാക്കുക, എക്സന്റേറ്റർ റിവ്യൂ കമ്മിറ്റി തള്ളിക്കളയുക, പെൻഷൻ പ്രായം 60 ആക്കുക തുടങ്ങിയ ആവശ്യങ്ങളും ഉന്നയിച്ചായിരുന്നു സമരം. വേഴപ്ര ശക്തിപ്പറമ്പ് കാപ്പിശ്ശേരി റോഡിന്റെ നിർമ്മാണ ഉദ്ഘാടനം ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രതിഭ ഹരി നിർവഹിച്ചു. ഒരു ജനപ്രതിനിധിയെ കൊണ്ട് കൃത്യമായി പറഞ്ഞ് അവർക്ക് ആ സ്പോട്ട് ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് നേതൃത്വം കൊടുക്കാൻ ഗ്രാമപഞ്ചായത്ത് തന്നെയാണ് മുൻകൈ എടുക്കേണ്ടത്. അവരത് ആ രൂപത്തിൽ തന്നെയാണ് എനിക്ക് അങ്ങനൊരു വീടിൽ ഏറ്റവും പ്രയോജനകരമായിട്ടുള്ള വർക്ക്. എനിക്ക് രാമഗിരിയിൽ നിന്ന് തരുമ്പോ തന്നെ എനിക്കൊരു ഉറപ്പുണ്ട്, ഒരു ക്രോസ് ചെക്കിങ്ങിന്റെ ആവശ്യമില്ല. അല്ലെ, ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യേണ്ട വർക്കുകൾ മാത്രമാണ് തരുന്നത്. പിന്നെ ഈ വീതിയുടെ പ്രശ്നമുണ്ട്. ഏത് റോഡും ചെയ്യണം എന്ന് ആഗ്രഹം തോന്നിയാലും അതെല്ലാം ചെയ്യാൻ കഴിയില്ല. വീതി നിർബന്ധമായിട്ടും വേണം. അടിസ്ഥാനപരമായിട്ട് ജനങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും അറിയാൻ കഴിയുന്ന ഗ്രാമപഞ്ചായത്താണ്. വേഴപ്ര ഭഗവതി ക്ഷേത്രത്തിന് സമീപം നടന്ന സമ്മേളനത്തിൽ രാമഗിരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി.പി. ബ്രീവൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രമോദ് ചന്ദ്രൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പി. പ്രസന്നൻ, ലീലമ്മ മാത്യു, വി. പ്രസന്ന, പ്രതീഷ് ബാലകൃഷ്ണൻ, മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തോമസ് ജോസഫ് ഇല്ലിക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രതിഭ ഹരി നൽകിയ 45 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് റോഡിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. കണ്ണാടി ചിത്രശാല ക്ലബിന്റെ നേതൃത്വത്തിൽ കുടിവെള്ളക്ഷാമ നിർമ്മാർജ്ജന പദ്ധതി ചിത്രശാലയുടെ ഉദ്ഘാടനവും പൊതുസമ്മേളനവും നടന്നു. മങ്ങാട്ടുശ്ശേരി തങ്കപ്പന്റെ വസതിയിൽ ചേർന്ന ഉദ്ഘാടന പൊതുസമ്മേളനം പുളിങ്കുന്ന് സബ് ഇൻസ്പെക്ടർ സിദ്ധാർത്ഥൻ നിർവഹിച്ചു. പുളിങ്കുന്ന് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ രാജേഷ് മങ്ങാട്, സനീഷ് ബാബു, പിപ്പിരിച്ചൻ പുളിന്തറ, വെളിയനാട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ മിനി ജേക്കബ് തുടങ്ങിയവർ സംസാരിച്ചു. ചിത്രശാല ക്ലബിന്റെ നേതൃത്വത്തിൽ 1 സെന്റ് സ്ഥലം വിലക്കെടുത്താണ് കുടിവെള്ള പദ്ധതി ആരംഭിച്ചിരിക്കുന്നത്. പമ്പയാറ്റിലെ ജലം ശുദ്ധീകരിച്ച് 120ഓളം വീട്ടുകാർക്കാണ് വിതരണം ചെയ്യുന്നത്. 13 ലക്ഷത്തോളം രൂപ പദ്ധതിക്കായി ചെലവായി. കറന്റ് ചാർജ് ഇനത്തിൽ മാസം 50 രൂപയ്ക്ക് താഴെ മാത്രമേ ഒരു കുടുംബത്തിന് ചെലവാകുന്നുള്ളൂ. ക്ലബ് പ്രസിഡന്റ് ജെയിംസ് കുട്ടി സെബാസ്റ്റ്യൻ, സെക്രട്ടറി ഷിജു പോൾ പൂവത്തുങ്കളം, മഹേഷ് തൊണ്ണൂറുംചിറ എന്നിവരാണ് പദ്ധതിക്ക് നേതൃത്വം നൽകിയത്. കുട്ടനാട്, ഹരിപ്പാട്, മാവേലിക്കര പ്രദേശങ്ങൾക്കായി അനുവദിച്ച വാട്ടർ അതോറിറ്റി ഡിവിഷണൽ ഓഫീസ് കുട്ടനാട്ടിൽ തന്നെ സ്ഥാപിക്കാനായിരുന്നു തീരുമാനം. എന്നാൽ ഇത് ഹരിപ്പാട് കേന്ദ്രീകരിച്ച് മാറ്റി സ്ഥാപിക്കാൻ അണിയറയിൽ നീക്കം. നിലവിൽ ആലപ്പുഴ, ചെങ്ങന്നൂർ എന്നിവിടങ്ങളിൽ മാത്രമാണ് വാട്ടർ അതോറിറ്റി ഡിവിഷണൽ ഓഫീസ് ഉള്ളത്. തന്മൂലം കുട്ടനാട്ടുകാർക്ക് കുടിവെള്ളവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് ചെങ്ങന്നൂരോ ആലപ്പുഴയിലോ പോകണം. ഈ സാഹചര്യത്തിലാണ് കുട്ടനാട്, ഹരിപ്പാട്, മാവേലിക്കര പ്രദേശങ്ങൾക്ക് പ്രത്യേകമായി ഡിവിഷണൽ ഓഫീസ് അനുവദിച്ചത്. ഹരിപ്പാട് എംഎൽഎയും ആഭ്യന്തരമന്ത്രിയുമായ രമേശ് ചെന്നിത്തലയുടെ ഓഫീസാണ് വാട്ടർ അതോറിറ്റി ഡിവിഷണൽ ഓഫീസ് ഹരിപ്പാട്ടേക്ക് മാറ്റാൻ നീക്കം നടത്തുന്നത്. ശക്തമായ രാഷ്ട്രീയ സമ്മർദ്ദമാണ് ഇതിന് പിന്നിലെന്നാണ് അറിയുവാൻ കഴിയുന്നത്. ഓഫീസ് ഹരിപ്പാട്ടേക്ക് മാറ്റുന്നതിനെതിരെ കുട്ടനാട് എംഎൽഎ വകുപ്പ് മന്ത്രിക്കും ബന്ധപ്പെട്ടവർക്കും പരാതി നൽകിയിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്ത് അംഗം ജേക്കബ് എബ്രഹാം, കേന്ദ്ര തൊഴിൽ വകുപ്പ് സഹമന്ത്രി കൊടിക്കുന്നിൽ സുരേഷ് എന്നിവരും ഈ ഓഫീസ് കുട്ടനാട്ടിൽ തന്നെ സ്ഥാപിക്കണമെന്ന പക്ഷക്കാരാണ്. എന്നാൽ ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസിന്റെ രാഷ്ട്രീയ സമ്മർദ്ദത്തെ അതിജീവിക്കാൻ ജനകീയ ഇടപെടലുകളാണ് ആവശ്യം. പെരുമാറ്റച്ചട്ടം നിലവിൽ വരുന്നതിന് മുൻപ് ഓഫീസ് ഹരിപ്പാട്ടേക്ക് മാറ്റിയതായി ഔദ്യോഗിക സ്ഥിരീകരണമുണ്ടായാൽ കുട്ടനാട്ടുകാർക്ക് നിരാശയാവും ഫലം. ഈ തൽപര രാഷ്ട്രീയ നീക്കത്തിനെതിരെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ജനപ്രതിനിധികൾ ഒന്നിക്കണമെന്നതാണ് നാട്ടുകാരുടെ ആവശ്യം. നീരേറ്റുപുറം വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റിന്റെ കമ്മീഷനിംഗും കഴിഞ്ഞതോടെ വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ പോക്കുവരവുകൾ ഉണ്ടാകും. അപ്പോൾ ആലപ്പുഴയിലും ചെങ്ങന്നൂരിലും തന്നെ ജനങ്ങൾ പോകേണ്ടിവരും പ്രസ്തുത ഓഫീസ് ഹരിപ്പാട്ടേക്ക് മാറ്റിയാൽ. വാർത്തകളിൽ ഇനിയൊരു ഇടവേള. KCV വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മനോഹരമായൊരു വീട് നമ്മളുടെ എല്ലാം സ്വപ്നമാണ്. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളെ മനോഹരമാക്കാൻ ഇതാ സിമ്പിൾ ഷാലിമാർ സൂപ്പർ ബ്രാൻഡ് ടൈലുകളുടെയും ഗ്രാനൈറ്റിന്റെയും വിസ്മയ ലോകം. വിപുലമായ സ്റ്റോക്ക്, ഫാസ്റ്റ് സർവീസ്, 100% ഗുണമേന്മ ഇവയൊക്കെ നിലനിർത്തുന്നതുകൊണ്ട് ഞാൻ പറയുന്നു ഷാലിമാർ. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, സ്വപ്ന ഭവനത്തിന് ഇവിടെ പൂർണ്ണത. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, മണിക്കച്ചിറ, AC റോഡ്, ചങ്ങനാശ്ശേരി. സ്വപ്ന ജ്വല്ലറി ചങ്ങനാശ്ശേരി, സംശുദ്ധിയുടെ അരനൂറ്റാണ്ട് കാലത്തെ പാരമ്പര്യം. ചങ്ങനാശ്ശേരിയിലെ ആദ്യത്തെ 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണശാല. ഉയർന്നുവരുന്ന സ്വർണ്ണവിലയ്ക്ക് ആശ്വാസമായി സ്വപ്ന ജ്വല്ലറി ഒരുക്കുന്നു സ്വപ്നനിധി സ്വർണ്ണ സമ്പാദ്യ പദ്ധതി. തവണകളായി അടയ്ക്കുന്ന തുക അതാത് ദിവസത്തെ സ്വർണ്ണവിലയിലേക്ക് മാറ്റി നിശ്ചയിക്കുന്നതിനാൽ പിന്നീടുണ്ടാകുന്ന വിലവർദ്ധനവ് നിങ്ങളെ ബാധിക്കുന്നില്ല. 250 രൂപ മുതൽ വരുന്ന 18 തവണകളാണ് സ്വപ്നനിധിക്കുള്ളത്. സ്വപ്ന ജ്വല്ലറി, സ്വപ്ന ബിൽഡിംഗ്, ചങ്ങനാശ്ശേരി. എന്റെ മോഹനേട്ടാ, എളുപ്പ വഴികളും കുറുക്കു വഴികളും നോക്കി പോകുമ്പോഴാ നമ്മളെ ആരെങ്കിലും പറ്റിക്കണത്. എന്നെ ഇന്നവരാരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? കാരണം എന്താ? എനിക്ക് ബുദ്ധിയുണ്ട്. അനു തിരക്കിലായിരിക്കുമല്ലേ? അതെ.
അനുവിനെ കഴിഞ്ഞ ആഴ്ച ആലപ്പുഴയിലെ മുല്ലക്കൽ പ്രിൻസ് ജുവലറിയിൽ നിൽക്കുന്നത് കണ്ടിരുന്നല്ലോ. അതെ, ഞാൻ അവിടെ നിന്നാണ് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാറുള്ളത്. അതെന്താ, മറ്റൊരുപാട് ജുവലറികൾ അവിടെ ഉണ്ടല്ലോ, പിന്നെന്താ മുല്ലക്കൽ പ്രിൻസ് ജുവലറിയിൽ നിന്ന് തന്നെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത്? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഗുണമേന്മയിലും വിശ്വസ്തതയിലും 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള മുല്ലക്കൽ പ്രിൻസ് ജുവലറിയിലെ ഏറ്റവും ചെറിയ ആഭരണങ്ങളിൽ പോലും 916 BIS ഹോൾമാർക്ക് മുദ്ര ഉറപ്പുവരുത്തുന്നു. ആരുടെയും സങ്കല്പത്തിന് അനുയോജ്യമായ വ്യത്യസ്തതരം ഡിസൈൻസ്. അങ്ങനെയാവുമ്പോൾ പണിക്കൂലി കൂടുതലായിരിക്കും അല്ലേ? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി മാത്രമല്ല, 916 BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരുന്നില്ല. അപ്പോൾ ശരിക്കും ഹീറോ മുല്ലക്കൽ പ്രിൻസ് ജുവലറിയാണല്ലേ? അത് പിന്നെ പറയാനുണ്ടോ? 100% BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുന്ന സ്വർണ്ണാഭരണശാല പ്രിൻസ് ജുവലറി, മുല്ലക്കൽ, ആലപ്പുഴ. വീണ്ടും വാർത്തകളിലേക്ക്. ചമ്പക്കുളം SHUP സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ 4ാം ക്ലാസ് വിദ്യാർത്ഥികൾക്കായി വിജ്ഞാന വിനോദ മത്സരം സംഘടിപ്പിച്ചു. ചമ്പക്കുളം പൊരൂർക്കര ഓഡിറ്റോറിയത്തിൽ ജീനിയസ് കിഡ്സ് 2014 എന്ന പേരിലാണ് മത്സരം സംഘടിപ്പിച്ചത്. സ്കൂൾ മാനേജർ ഫാദർ പോൾ താമരശ്ശേരി പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഇത്തരത്തിലുള്ള പ്രോഗ്രാമിലൂടെയാണ് നമ്മൾ വളരുക. തീർച്ചയായിട്ടും ഇതിനു വേണ്ടി നിങ്ങൾ 1 മണിക്കൂറെങ്കിലും മിനിമം നിങ്ങൾ ഒരുങ്ങിയിട്ടുണ്ട്. മിനിമം 1 മണിക്കൂർ ഒരുങ്ങിയപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന അറിവ് ചിലപ്പോൾ നിങ്ങളുടെ പാഠപുസ്തകത്തിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവണമെന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ പ്രോഗ്രാമിലൂടെ നമുക്ക് പുതിയ പുതിയ അറിവുകൾ കണ്ടെത്തുവാനും ജീവിതത്തില് പുതിയ പുതിയ മേഖലകൾ കണ്ടെത്തുവാൻ സാധിക്കും. മറ്റൊന്ന്, നിങ്ങൾ ഏകദേശം 10 സബ്ജക്റ്റുകളോളമാണ് നിങ്ങൾ പഠിച്ചു വരിക. ഈ 10 സബ്ജക്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്ട് നിങ്ങൾക്ക് അതിന് കണ്ടെത്തിയിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. ദൃശ്യശ്രാവ്യ മാധ്യമങ്ങളുടെ സഹായത്തോടെയാണ് ജീനിയസ് കിഡ്സ് ക്വിസ് പ്രോഗ്രാം സംഘടിപ്പിച്ചത്. ഹെഡ്മാസ്റ്റർ രാജു സേവ്യർ, കൺവീനർ ജസ്റ്റിൻ ജോസഫ് എന്നിവർ സംസാരിച്ചു. ഫാദർ അലക്സ് പ്രായിക്കളം വിജയികൾക്ക് സമ്മാനം നൽകി. ചമ്പക്കുളം സെന്റ് തോമസ് UP സ്കൂളിൽ പേപ്പർ ക്രാഫ്റ്റിന്റെ നിർമ്മാണ പ്രദർശനം സംഘടിപ്പിച്ചു. ഡൽഹിയിലെ വിവിധ സ്കൂളുകളിലെ അംഗപരിമിതരെ സഹായിക്കുന്നതിനായാണ് പ്രദർശന വരുമാനം പ്രയോജനപ്പെടുത്തുക. ഇതോടനുബന്ധിച്ച് സിമ്പിൾ പേപ്പർ ക്രാഫ്റ്റ് എന്ന പുസ്തകം വിദ്യാർത്ഥികൾക്കായി നൽകി. 2 പുസ്തകങ്ങൾക്ക് 25 രൂപയാണ് വില. ഈ തുകയാണ് അംഗപരിമിതർക്കായി നൽകുന്നതെന്ന് സംഘാടകർ പറഞ്ഞു. Not like, not waste, and down. First is open and turning. Students, waste paper inside full cut, and second model is complete. Not like, not waste, and single and down. It's complete, bro. You like it? നെഹ്റു ട്രോഫി സ്ഥിരം പവലിയൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്തു. നമുക്ക് ഇവരുടെ ഈ മിലിറ്ററിയുടെ സർവീസ് എടുത്താൽ വേലിപ്പാലം ആയാലും പോരെ അല്ലേ? മിലിറ്ററിയുടെ ആണ് വളരെ പെട്ടെന്ന് ആണെങ്കിൽ അടുത്ത നമ്മുടെ അടുത്ത നെഹ്റു ട്രോഫിക്ക് മുമ്പായിട്ട് വേണം തീർക്കാൻ പറ്റും. അപ്പം ഞങ്ങള് ഒരു വേലിപ്പാലം അത് മിലിറ്ററിയുടെ ഒരു സഹായം കൂടി തേടും. അവര് വിചാരിച്ചാൽ അവർ ദിവസങ്ങൾക്കുള്ളിലാണ് തീർക്കുന്നത്. അതുകൊണ്ട് അവരുടെ സഹായം കൂടി അഭ്യർത്ഥിച്ച് അത് കിട്ടുമെങ്കിൽ ആ രീതിയിൽ തന്നെ ഏറ്റവും വേഗത്തിൽ പണിയുന്നതിനുള്ള സംവിധാനം ഉണ്ടാക്കും. കാരണം അതുകൂടെ വന്നാലേ. പവലിയന് സമീപം ചേർന്ന യോഗത്തിൽ മന്ത്രി AP അനിൽകുമാർ അധ്യക്ഷനായി. കേന്ദ്ര സഹമന്ത്രി KC വേണുഗോപാൽ, കളക്ടർ N പത്മകുമാർ എന്നിവർ സംസാരിച്ചു. ആലപ്പുഴ ജില്ലയിൽ വരൾച്ച നേരിടാൻ പഞ്ചായത്തുകൾക്ക് പദ്ധതിയും പണവുമില്ലെന്ന് ആരോപണം. പോയ വർഷത്തെ കൊടും വരൾച്ചയുടെ സമയത്ത് കർമ്മ പദ്ധതികൾ ആവിഷ്കരിക്കണമെന്ന നിർദ്ദേശം പഞ്ചായത്തുകൾ അവഗണിച്ചതിനാലാണ് വരൾച്ചയുടെ മൂർധന്യം ഏറുന്നത്. നാമമാത്ര തുക മാത്രമാണ് കുടിവെള്ള വിതരണത്തിനായി നീക്കിവച്ചിരിക്കുന്നത്. കഴിഞ്ഞ കൊടും വരൾച്ച സമയത്ത് കളക്ടറേറ്റിൽ നടന്ന യോഗത്തിലായാണ് കർമ്മ പദ്ധതി തയ്യാറാക്കുവാനുള്ള നിർദ്ദേശം വന്നത്. 1 വർഷം മുമ്പേ വരൾച്ച നേരിടാനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യണമെന്ന നിർദ്ദേശങ്ങൾ ഉയർന്നെങ്കിലും പഞ്ചായത്തുകൾ മുൻ വർഷങ്ങളിലേതുപോലെ കുടിവെള്ളത്തിനു മാത്രം തുക വകകൊള്ളിച്ചു. കുട്ടനാട്ടിലെ പഞ്ചായത്തുകളിൽ ശുദ്ധജലം ലഭ്യമാക്കാൻ RO പ്ലാന്റുകൾ സ്ഥാപിച്ച സ്ഥലങ്ങളിൽ പോലും അവ വൈദ്യുതീകരിച്ചിട്ടില്ല. പുളിങ്കുന്ന്, കാവാലം പഞ്ചായത്തുകളിൽ RO പ്ലാന്റുകളുടെ തയ്യാറെടുപ്പുകൾ പോലും മന്ദഗതിയിലാണ്. പണമടച്ചിട്ടും കേടായ പൈപ്പുകൾ മാറ്റി സ്ഥാപിക്കുന്നതിനും അറ്റകുറ്റപ്പണികൾ തീർക്കുന്നതിനും ജല അതോറിറ്റി തയ്യാറാകുന്നില്ല. വരൾച്ച കടുക്കുന്നതോടെ കുട്ടനാട്ടുകാരുടെ കുടിവെള്ളം മുട്ടിക്കുന്ന നടപടികളാണ് അധികാരികളുടെ പിടിപ്പുകേട് മൂലം സംഭവിക്കുന്നത്.
നീരേറ്റുപുറം വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് കമ്മീഷൻ ചെയ്തെങ്കിലും പൈപ്പ് ലൈനുകൾ പഴകിയവയായതിനാൽ അതിലൂടെയുള്ള ജലവിതരണം എത്രമാത്രം കാര്യക്ഷമമാകുമെന്നും ജനങ്ങൾക്ക് ആശങ്കയുണ്ട്. ആലപ്പുഴ കയർ നിർമ്മാണ ഫാക്ടറിയുടെ ഉദ്ഘാടന വേദിയിലേക്ക് മാർച്ച് ചെയ്ത CITU പ്രവർത്തകരെ പോലീസ് ആക്രമിച്ചതിൽ CPIM ആലപ്പുഴ ജില്ലാ സെക്രട്ടറി CB ചന്ദ്രബാബു പ്രതിഷേധിച്ചു. കിടങ്ങറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിൽ നിന്നും അനുവദിച്ച പണി പൂർത്തീകരിച്ച സ്കൂൾ കലിംഗിന്റെ ഉദ്ഘാടനം ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രതിഭ ഹരി നിർവഹിച്ചു. പൊതുവിദ്യാലയത്തിന് വേണ്ടി വർത്തമാനം പറഞ്ഞാൽ മാത്രം പോരല്ലോ അല്ലേ? പണ്ടും തരണ്ടേ? പക്ഷെ പിള്ളേരെല്ലാം ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരണം കേട്ടോ. ഇംഗ്ലീഷ് മീഡിയത്തിലോട്ട് വിടുവോ? നിങ്ങൾ വിചാരിച്ചാൽ പറ്റുമോ? അല്ല, അങ്ങോട്ട് വിടാതിരിക്കാൻ പറ്റുമോ? പിന്നെ പറ്റുമെന്ന് പറഞ്ഞു ഇതിലേക്കാണ് ഭരണഘടന പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഈ മക്കൾക്ക് കാശ് കൊടുത്ത് പഠിപ്പിക്കാവോ? തെറ്റാണ് ചെയ്യുന്നത്. നമ്മൾ 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ പൈസ കൊടുക്കാതെ തന്നെയാണ് പഠിക്കുന്നത്. അത് നിങ്ങളുടെ അവകാശമാണ് കുഞ്ഞുങ്ങളുടെ. അപ്പൊ അതിന് കാശ് കൊടുത്ത് പഠിപ്പിക്കാൻ വിടുന്നവരൊക്കെ ഒന്ന് നിങ്ങൾ തന്നെ പോകണം. എന്നിട്ട് നിങ്ങളെ ചോദിക്കണം. അവരെ കൊച്ചെ ഈ കൊച്ചുവായി വലിയ വർത്താനമൊക്കെ പറയണമെന്ന് ചോദിക്കും. അപ്പൊ പറയാനൊക്കെ ഞങ്ങൾക്കറിയാം, ഞങ്ങളായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട അവസ്ഥ വന്നിരിക്കുകയാണ് എന്ന് പറയണം. നല്ല അധ്യാപകരുണ്ട്, നല്ല SMC ഉണ്ട്. നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും വർത്താനം പറയുകയാണ്. അവരെപ്പോ ആരെ കണ്ടാലും നിങ്ങൾക്ക് ഫണ്ട് വേണം, ഫണ്ട് വേണം, ഫണ്ട് വേണം. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MV മനോജ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വെളിയനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഓമന അനിൽകുമാർ, രഘുരാജ് കുമാർ, ഗ്രേസി സക്കറിയാസ്, MD ഓമനക്കുട്ടൻ, PV ആനിയമ്മ, KM വിദ്യാസാഗർ, പ്രസന്നകുമാരി തുടങ്ങിയവർ സംസാരിച്ചു. അമ്പലപ്പുഴ തുണ്ടുപറമ്പ് അമ്മൂമ്മക്കാവ് ദേവീക്ഷേത്രത്തിലെ അമ്മൂമ്മ പൂജ നടന്നു. 300ൽ പരം അമ്മൂമ്മമാരെയാണ് ചടങ്ങിൽ ആദരിച്ചത്. 60 വയസ്സിന് മേൽ പ്രായമുള്ള അമ്മമാരെ പുതുവസ്ത്രം ധരിപ്പിച്ച് ആദരിക്കുന്ന ചടങ്ങാണിത്. കേരളത്തിൽ തന്നെ വളരെ അപൂർവ ക്ഷേത്രങ്ങളിലെ ഇങ്ങനെയൊരു ചടങ്ങ് നടക്കാറുള്ളൂ. പുതുമന ശങ്കരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. മുഖ്യപ്രഭാഷണം നടത്തിയ ഡോക്ടർ അമ്പലപ്പുഴ ഗോപകുമാർ അമ്മയാണ് ദൈവം എന്ന ചിന്ത പങ്കുവച്ചു. ആശാൻ കലാനിലയത്തിന്റെ സോപാന സംഗീതവും ഇതോടനുബന്ധിച്ച് സംഘടിപ്പിച്ചു. ചമ്പക്കുളം ശ്രീ കാർത്തിയായനി ദേവി ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവം ഈ മാസം 27-ന് നടക്കും. ഇതോടനുബന്ധിച്ച് കൂട്ട മൃത്യുഞ്ജയ ഹോമം നടക്കുമെന്ന് ദേവസ്വം പ്രസിഡന്റ് അറിയിച്ചു. ചെറുകര 2ാം നമ്പർ SNDP യോഗം ജ്ഞാനേശ്വര ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവവും ലക്ഷാർച്ചനയും ഫെബ്രുവരി 27-ന് നടക്കും. ക്ഷേത്രം തന്ത്രി ദിലീപൻ നാരായണൻ നമ്പൂതിരിയും ക്ഷേത്രം മേൽശാന്തി ശിവപ്രസാദ് ശാന്തികളും ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കും. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. വിലക്കയറ്റത്തിനും അഴിമതിക്കുമെതിരെ കേന്ദ്ര സംസ്ഥാന സർക്കാർ ഓഫീസുകളിലേക്ക് CPM പ്രവർത്തകരുടെ മാർച്ചും ധർണയും. നെല്ലിന്റെ സംഭരണ വില തീർത്തും അപര്യാപ്തം. ഇത് കൃഷിയോടും കർഷകരോടുമുള്ള അവഗണനയെന്നും കിസാൻ ജനതാ സംസ്ഥാന ജനറൽ സെക്രട്ടറി. ഉച്ചഭാഷണി നിയന്ത്രണ നിയമത്തിന്റെ പേരിൽ പോലീസ് പീഡിപ്പിക്കുന്നതായി കേരള ലൈറ്റ് ആൻഡ് സൗണ്ട്സ് അസോസിയേഷൻ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.